Hello everyone, welcome back to another episode of Creative Vibes. അപ്പോൾ ഇന്ന് നമ്മുടെ വിയറ്റ്നാമിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ ഹനോയിലെ ഓൾഡ് ക്വാർട്ടറിൽ നിന്നും ഹാലോങ് ബേയിലേക്ക് പോവുകയാണ്. വിയറ്റ്നാമിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഹാലോങ് ബേ എന്നുള്ളത്. വിയറ്റ്നാം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ മൈൻഡിലേക്ക് വരുന്നത് ഈ ട്രെയിൻ സ്ട്രീറ്റും അതുപോലെ തന്നെ പിന്നെ ഹാലോങ് ബേ ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഹോസ്റ്റൽ വൈബ്സ് എന്നുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിയറ്റ്നാമീസുകാരനായ അവിടുത്തെ ടോണിക്കുട്ടനാണ് ഞങ്ങൾക്ക് ഇന്ന് ഹാലോങ് ബേയിലേക്കുള്ള പാക്കേജ് എടുത്തു തന്നിട്ടുള്ളത്. പാക്കേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾക്ക് വന്നിട്ടുള്ളത് $32. $32 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം ഒരു 2700 അടുത്തായിട്ട് വരും. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് ചോദിച്ചാൽ, നമ്മളെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, അതായത് നമ്മളെ ഹോട്ടൽ ഹനോയിൽ എവിടെയാണോ അവിടെ വന്നിട്ട് അവർ നമ്മളെ പിക്കപ്പ് ചെയ്യും. അതുപോലെ തന്നെ തിരിച്ച് അതേ സ്ഥലത്ത് നമ്മളെ കൊണ്ടുവന്നാക്കുകയും ചെയ്യും. അതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ക്രൂയിസിലുള്ള ഫുഡ്, അതായത് നമ്മൾ ഹാലോങ് ബേയിൽ ക്രൂസിലാവും, അതിൽ നിന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആണ്. ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. 2755 അങ്ങനെ എന്തോ ആണ് വരുന്നത്, $32. വിയറ്റ്നാമിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് നിങ്ങളിപ്പോൾ കാണുന്ന ബാൻ മീ എന്ന് പറയുന്ന ഒരു ബൻ. അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോസ്റ്റലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് അവർ തന്നത് ഈ ബാൻ മീ ആണ്. ഇത് കഴിക്കാൻ നല്ല ഹാർഡാണ്, പുറത്ത് കാണുന്ന പോലെയല്ല, അത്യാവശ്യം ഹാർഡായിട്ടാണ് ഇതുള്ളത്. ഇതാണ് ഞങ്ങൾ ഹാലോങ് ബേയിലേക്ക് യാത്ര ചെയ്യുന്ന ബസ്. ഇതിൽ നമുക്കൊരു ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ടാവും. പിന്നെ ഇതിൽ നമ്മൾ മാത്രമല്ല കേട്ടോ ഉണ്ടാവുക, വേറെയും ടൂറിസ്റ്റുകൾ ഉണ്ടാവും. നമ്മളെ പോലെ തന്നെ ബുക്ക് ചെയ്ത മറ്റു ടൂറിസ്റ്റുകളെയും ഇവർ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യും. ഇപ്പം നമ്മൾ സോളോ ആയിട്ടാണെങ്കിലും കപ്പിളായിട്ടാണെങ്കിലും ഗ്രൂപ്പായിട്ടാണെങ്കിലും ഒക്കെ ഈ ഒരു സർവീസ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് വഴിയിൽ നിന്ന് നമ്മളെ ഹോട്ടൽ എവിടെയാണോ ആ റൂട്ടിൽ നിന്ന് ആ വഴിയിൽ നിന്ന് നമുക്ക് ഈ ബസ്സിൽ കയറാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഗൈഡ്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. നമ്മൾ വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തി തന്നു. ഇവിടെ കുറേ ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്, പിന്നെ വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ദൂരെ ആ ഉയർന്ന് കാണുന്ന പാറക്കെട്ടുകളുടെ ഇടയിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്ത് പോയി കാണുമ്പം നല്ല മനോഹരമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഹാലോങ് ബേയിൽ എത്തുന്നതിൻ്റെ മുൻപ് ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് ഇറക്കി. ഇവിടെ പേൾ ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ്. പേൾ ഉണ്ടാക്കുന്നതും പേൾ വിൽക്കുന്നതും സ്ഥലമാണ് കേട്ടോ, വിയറ്റ് പേൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾക്കൊരു ID കാർഡൊക്കെ തന്നു. ബസ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയ ID കാർഡാണ്. പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ID കാർഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ ബസ്സുകാർക്കുള്ള കമ്മീഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പേൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നും അതുപോലെ തന്നെ പേളിൻ്റെ ആ ഷെല്ലുകൊണ്ട് ഉള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പേൾ എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ആർട്ടിഫിഷ്യലായിട്ട് അവരൊരു മെംബ്രെയിനായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പേൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒറിജിനൽ അല്ലാത്തൊരു പേൾ അവർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓയിസ്റ്ററിൻ്റെ ഉള്ളിലുള്ള പേള് ഈ ഒരു നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ബീഡിൻ്റെ ആ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവർ അതിന് ഗ്രോ ചെയ്യാനുള്ള കുറച്ച് ഫെസിലിറ്റീസൊക്കെ, അതായത് കുറച്ച് മെംബ്രെയിൻസൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ആണ് അവർ വെക്കുന്നത്. അപ്പോൾ അവിടെ ലൈവായിട്ട് നമുക്ക് ഇതെല്ലാം ഈ പ്രോസസ്സ് എല്ലാം കാണിച്ചു തരുന്നുണ്ട്. പേളിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഫേഷ്യൽസും ക്രീംസും ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് സിൽക്ക് വോമിൽ നിന്നും നമ്മൾ സിൽക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്ന ഓരോ പ്രോസസ്സായിട്ട് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് കുറേ പേര് പേൾ ആവശ്യമുള്ളവർക്കൊക്കെ അവിടുന്ന് പേൾ വാങ്ങാം കേട്ടോ. പക്ഷേ നല്ല റേറ്റ് ഉണ്ട്. വിയറ്റ്നാമീസ് പേൾ ഒറിജിനൽ പേളാണ്, നല്ല പേളാണ്, പക്ഷെ നല്ല റേറ്റും ഉണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ ഹാലോങ് ബേയിലെത്തി. ഞങ്ങളിപ്പോൾ നേരെ ഞങ്ങളുടെ ബോട്ടിലേക്ക് കയറുകയാണ്. ഇതാണ് പാക്കേജിൽ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. സാലഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സീ ഫുഡ്, പല തരം ഫുഡും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഇവിടെ ഇവർ വാട്ടർ ബോട്ടിൽസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് അവർ കയറ്റില്ല. അത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന അവിടെ തന്നെ അവർ വാങ്ങി വെക്കും. അപ്പോൾ ബെറ്റർ നിങ്ങൾ റീയൂസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടുവരിക.
ഈ കാണുന്നതാണ് കേട്ടോ കിസ്സിങ് റോക്സ്, വളരെ ഫേമസ് ആയിട്ടുള്ള കിസ്സിങ് റോക്സ്. ഈ 2 റോക്സ് ഇങ്ങനെ ഒരു കിസ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്നത് കൊണ്ടാവും ഇതിന് അങ്ങനെ ഒരു പേര് വന്നത്. അപ്പം നമ്മൾ വെള്ളത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബോട്ടിൽ ഇതിലേക്ക് കയറ്റാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ബോട്ടിൽ വാങ്ങുമ്പോൾ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. പുറത്ത് തന്നെ നമ്മൾ വിയറ്റ്നാമിൽ വരുമ്പോൾ തന്നെ നമ്മൾ വെള്ളം കുടിയുടെ ഒരു എമൗണ്ട് കുറയാൻ നല്ല സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു ബോട്ടിൽ വെള്ളത്തിന് 500 ml ഒരു ബോട്ടിൽ വെള്ളത്തിന് നമ്മൾ പുറത്ത് തന്നെ 10,000 ടോങ്ങൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്രൂസിൻ്റെ ഉള്ളിലാവുമ്പോൾ നമ്മൾ എക്സ്ട്രാ ബോട്ടിൽസ് വാങ്ങുമ്പം അതിൻ്റെ ഡബിളോ അല്ലെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരുന്നത്. നമുക്ക് അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം തരില്ല. അപ്പോൾ ക്രൂസിൽ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം. ഇവിടെ പല ഡിഫറെൻറ്റ് ഐലൻഡ്സ് ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ അവരെ കൊണ്ടുപോയി ഇറക്കി തരും. അപ്പോൾ ഇതിൽ നമുക്ക് ക്രൂസിൽ വേണമെങ്കിൽ നല്ല ക്രൂസസ് ഉണ്ട്, ലക്ഷറി ക്രൂസസ് ഉണ്ട്, അതിൽ നമുക്ക് സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹലോങ് ബേയിലെ ടീ ടോപ്പ് ഐലൻഡിലാണ്. ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഈ വീഡിയോസിലും ഇതിലൊന്നും കാണുന്ന പോലെ ഒന്നും അല്ല, നല്ല തിരക്കാണ്. ലൈക്ക് എക്സ്പെക്ടേഷൻ റിയാലിറ്റി പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും കാണുമ്പോൾ നല്ല ബ്ലൂ ഗ്രീൻ കളറാണ് സീ ഒക്കെ. ഇത് അത്ര ബ്ലൂ ഗ്രീൻ ഒന്നും അല്ല, എന്നാലും നല്ല ഭംഗിയുണ്ട്. കാരണം ആ ഒരു മല നിരകളും അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് എല്ലാം. വെള്ളത്തിൽ ഇറങ്ങാനും സ്വിം ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യം നമുക്ക് ഈ ഐലൻഡിലാണുള്ളത്. നമുക്ക് ഇങ്ങനെ ട്രക്ക് ചെയ്ത് കയറി പോയി ഒരു കേവ് ഉണ്ട്, അങ്ങോട്ട് പോകാനുള്ളതുണ്ട് കേട്ടോ. ഒരു 400 സ്റ്റെപ്സോളം കയറാനുണ്ട് എന്നാണ് പറഞ്ഞത്. ഏറ്റവും മേലെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ അവിടെയുള്ള കുറച്ച് ഫോറിനേഴ്സും കൂടി ജോയിൻ ചെയ്തു. അപ്പോൾ പിന്നീട് ഞങ്ങൾ പോരാൻ നേരത്തെ അവരുടെ ഒരു സോങ് ഇട്ടിട്ട് ഞങ്ങളോടും കൂടി ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. അവർ ഞങ്ങൾക്ക് സ്റ്റെപ്സ് ഒക്കെ കാണിച്ചു തന്നു. ഞങ്ങൾ മാക്സിമം അലമ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഗ്രേസ്ഫുൾ ആയിട്ടാണ് അല്ലേ ആ അമ്മച്ചി കളിക്കുന്നത്. ഞങ്ങൾക്ക് അവരുടെ കൂടെ കളിച്ചെത്താൻ പറ്റിയില്ല. അപ്പോൾ പാക്കേജ് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇതാണ്, നമുക്ക് ഗൈഡ് വിളിക്കുമ്പോഴേക്കും നമ്മൾ ഓടി അവരുടെ പിറകെ കൂടണം. അപ്പോൾ അധിക നേരം നമുക്ക് അവിടെ കിട്ടിയില്ല. അങ്ങനെ ടീ ടോപ്പ് ഐലൻഡിൽ നിന്നും വീണ്ടും ഞങ്ങൾ ബോട്ടിലേക്ക് കയറി. പിന്നീട് ഞങ്ങൾ ഇറങ്ങിയത് നമുക്ക് കയാക്കിങ്ങും സ്പീഡ് ബോട്ടിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ നമുക്ക് കയാക്കിങ് അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ബോട്ട് ഉണ്ട്, അത് അവരെന്നെ തുഴഞ്ഞോളും. വേറെ നമുക്ക് തുഴയാനായിട്ട് അതിൽ ആളുകളുണ്ടാവും. കയാക്കിംഗ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഓൺ റിസ്കിൽ എടുക്കണം. ഇതൊക്കെ നമുക്ക് ആ പാക്കേജിൽ വരുന്നതാണ് കേട്ടോ. ഇനി സ്പീഡ് ബോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ബോട്ട് എടുത്തു, കാരണം കയാക്കിംഗ് ആകുമ്പോൾ എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയില്ല, നമ്മൾ ടയേർഡ് ആവോ എന്നുള്ളതൊക്കെ ഡൗട്ടായിരുന്നു. അതുകൊണ്ട് കയാക്കിംഗ് എടുത്തില്ല. പിന്നെ ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പോയി നോക്കിയപ്പോൾ തോന്നി കയാക്കിംഗ് എടുത്താൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ കയാക്കിംഗ് കുറച്ചൊക്കെ കോൺഫിഡൻസ് ഉള്ളവർ കയാക്കിംഗ് തന്നെ എടുക്കുക, അതൊരിക്കലും മിസ്സാക്കരുത്, നല്ലൊരു എക്സ്പീരിയൻസ് ആവും. ഈ വലിയ പാറക്കെട്ടിന്റെ താഴെ നമ്മളിങ്ങനെ ബോട്ട് തുഴഞ്ഞു പോകുമ്പം നല്ല രസമാണ് കേട്ടോ, മേലേക്ക് നോക്കാനും. അതുപോലെ തന്നെ ആ ഒരു പാറയുടെ അല്ലെങ്കിൽ കല്ലിന്റെ തൊട്ട് അടുത്തൂടെ പോകുമ്പോഴൊക്കെ നല്ല രസമാണ് അവിടെ ആ ഒരു സ്പോട്ട്. അപ്പോൾ ഞങ്ങൾ 7 പേരും ഞങ്ങളുടെ കൂടെ 1 മിസ്റ്റർ ലൂക്ക കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലൂക്ക ഞങ്ങള് പാട്ടൊക്കെ കേട്ട് ആകെ അന്തം വിട്ടിരിക്കുകയാണ് ആള്. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും വേറൊരു മലയാളിയെ കാണും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ വേറെ മലയാളീസിനെയൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ധൈര്യമായിട്ട് പോയി വിളിച്ച് പാട്ട് പാടി പോവുകയായിരുന്നു. എന്തായാലും അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബോട്ടിലേക്ക് തന്നെ കയറി. ഇനി നമ്മൾ അടുത്ത ഒരു ഐലൻഡിലേക്ക് പോവുകയാണ്. അവിടെ ഇതേപോലെ നമ്മൾ കുറെ സ്റ്റെപ്സ് ഒക്കെ കയറി പോയാൽ നല്ലൊരു അടിപൊളി കേവ് കാണാനുണ്ട്. അവര് നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് പോകും. അപ്പൊ നമ്മൾ ഇതിൽ കയറി കേവിന്റെ ഉള്ളിലൂടെ പോയിട്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോഴേക്കും ബോട്ട് അവർ അവിടേക്ക് എത്തിക്കും, നമ്മൾ അവിടെ നിന്ന് കയറിയാൽ മതി. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഐലൻഡുകളും കേവ്സും ഒക്കെ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഞങ്ങൾ വീണ്ടും ക്രൂസിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ടീയും കുറച്ച് സ്നാക്സും എന്തൊക്കെയോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ടീ പറ്റാത്തവർക്ക് വൈൻ കുടിക്കാം.
ഇവിടുത്തെ ടീ എന്ന് പറയുന്നത് ഒരു ജാസ്മിൻ ടീ പോലത്തെ ഒരു ഡ്രിങ്ക് ആണ്. ഈവനിങ് ആയപ്പോഴേക്കും നല്ലൊരു BGM കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഡെക്കിന്റെ മേലെ കയറി. നല്ല വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു നല്ല വൈബും നല്ലൊരു ആംബിയൻസും നമുക്ക് ഈ ഒരു ടൈമിലാണ് ഇവിടെ കിട്ടുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു ഹലോപ്പയിലുള്ള ഈ ഒരു യാത്ര അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ഗൈഡായിരുന്ന ടോങ്ങിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്ന ആ ബസ്സിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്ത അതേ ഹോട്ടലിൽ തന്നെയാണ് ഇന്ന് രാത്രി ഞങ്ങളുടെ സ്റ്റേ വരുന്നത്, ഹോസ്റ്റൽ വൈബ്സിൽ. അപ്പോൾ ഇവർ നമ്മുടെ ഹനോയിലെ ഓൾഡ് പോർട്ടലിൽ തന്നെ നമ്മളെ ബസ്സിൽ എത്തിച്ചു തരും. ഇൻ ബിറ്റ്വീൻ അവർ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നിർത്തി തന്നിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചില്ല. കാരണം ഹാനോയിലെ ഫുഡാണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫുഡായിട്ടുള്ളത്. ഹാനോയ് ഒരു ഫുഡ് സ്ട്രീറ്റ് കൂടിയാണ്. ഇത് ഞങ്ങൾ ക്രൂസിൽ വെച്ച് പരിചയപ്പെട്ട ഒരു അങ്കിളാണ്. ആൾക്ക് 72 വയസ്സായി. ഒരു സോളോ ട്രാവലിലാണ് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലുള്ള ഇന്ത്യൻ നേവിയെക്കുറിച്ചും ഒക്കെ നല്ല അഭിപ്രായമാണ്. ഇന്ത്യൻ നേവിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഫോഴ്സ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ. അങ്ങനെ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഫോ കഴിക്കാനാണ്. വിയറ്റ്നാമിലെ വൺ ഓഫ് ദ ഫേമസ് ഫുഡ് ഐറ്റമാണ് ഫോ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എഗ്ഗും അതുപോലെ തന്നെ ചിക്കൻ, ബീഫ്, പോർക്കൊക്കെ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ചില ആളുകൾ പോർക്ക് കഴിക്കില്ല. അപ്പോൾ പോർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് പ്രത്യേകം പറഞ്ഞാൽ അവരത് ഒഴിവാക്കി തരും. ഇവിടെ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് മാംഗോ. മാങ്ങ ഇങ്ങനെ സ്ലൈസസ് ആക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു പാക്കിന് 50 ഡോങ്. 50 ഡോങ് എന്ന് പറയുന്നത് ഇവിടുത്തെ 50,000 ഡോങ് ആണ്. 50 ഡോങ് ആണ് അവർ വാങ്ങുന്നത്. അപ്പോൾ നമ്മളത് നമുക്ക് പറഞ്ഞ് കുറച്ചാൽ 30 ഡോങ്ങിനും 20 ഡോങ്ങിനൊക്കെ നമുക്കത് കിട്ടും. അതുപോലെ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന വേറൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. റെഡ് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ട്സാണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി ചീപ്പായിട്ട് നമുക്കത് അവൈലബിൾ ആണ്. ഹാനോയ് സ്ട്രീറ്റ് നൈറ്റിൽ നല്ല ലൈവാണ് കേട്ടോ. പാട്ടുപാടിയും ഫുഡൊക്കെ കഴിച്ചും ആ ഒരു സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് രാവിലെ പാക്കേജൊക്കെ എടുത്തു തന്ന കോൺഫിഡൻസ്. അപ്പോൾ വിയറ്റ്നാമിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.